നിൽക്കേണ്ടതില്ല. എന്റെ ചോദ്യം സ്ട്രേറ്റ് ആയിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന മലയാള സർവകലാശാലയിലടക്കം SFI ആണ് വിജയിച്ചത്. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ വിജയം മാത്രം എടുത്ത് പ്രൊജക്ട് ചെയ്തുകൊണ്ട് SFI ഒലിച്ചുപോയി എന്നൊരു പ്രചരണം നടത്തുന്നത് എത്ര ശരിയായിരിക്കും? ചോദ്യം വളരെ വ്യക്തമായ ചോദ്യമാണ്. ഞാൻ പറയാം ശ്രീ അരുൺകുമാർ. മലയാളം സർവകലാശാലയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഡീറ്റെയിൽ എടുത്ത് അരുൺകുമാർ പരിശോധിക്കണം. MSF ഞങ്ങൾ മത്സരിച്ചിട്ട് ഞങ്ങളുടെ നോമിനേഷൻ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഞങ്ങൾ നോമിനേഷൻ സ്വീകരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഒരു സർവകലാശാലകളിലും സുതാര്യമായ തിരഞ്ഞെടുപ്പ് സംവിധാനം നടക്കുന്നില്ല. പിന്നെ എങ്ങനെ കാലിക്കറ്റിൽ നടക്കുന്നു എന്ന സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവും. അപ്പോൾ കാലിക്കറ്റ് ഇത്തവണ നടന്ന സുതാര്യമാണോ? നിങ്ങളുടെ ചോദ്യമാണ്. ഒട്ടുമല്ലെന്നേ. ഒരു യൂണിവേഴ്സിറ്റിയും സുതാര്യമായി നടത്തുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കുഹാസിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ തൃശ്ശൂരിലെ റിപ്പോർട്ടർ വന്നിരുന്നു. കുഹാസിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് കേരള ആരോഗ്യ സർവകലാശാല തിരഞ്ഞെടുപ്പ് നടന്നു. ആ സർവകലാശാല ഉണ്ടാക്കിയ ശേഷം ചരിത്രത്തിൽ ആദ്യമായി MSFയുടെ 2 പ്രതിനിധികൾ കുഹാസിൽ ജയിച്ചു. ആ സമയത്ത് പ്രഖ്യാപിക്കാൻ അനുവദിച്ചില്ല SFയുടെ സംസ്ഥാന സെക്രട്ടറി. അവർ തടഞ്ഞു വെച്ചു. ഞങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചു. റിപ്പോർട്ടറിൻ്റെ തൃശ്ശൂരിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ ആൾ വന്ന ശേഷം ക്യാമറകൾ ഓണായപ്പോൾ SFIക്ക് ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിടത്തെല്ലാം ഐക്യജനാധിപത്യ വിദ്യാർത്ഥി മുന്നണി, KSUം MSFും ഞങ്ങൾ ഒരുമിച്ച് മുന്നേറിയിട്ടുണ്ട്. മലയാളം സർവകലാശാല ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നോ? നിങ്ങളുടെ റിപ്പോർട്ടറെ വിളിച്ച് ചോദിക്കും. തിരൂരിലെ അവിടെ നടത്താൻ അനുവദിച്ചില്ല. അവർ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പുകൾ. ഒരു മിനിറ്റിൽ മറുപടി. എനിക്കൊരു ഇടവേള വേണം. അതിനുശേഷം നമുക്ക് മലബാറിലെ സീറ്റ് ക്ഷാമത്തെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ MLA N ഷംസുദ്ദീൻ തയ്യാറാണ്. സാദിഖ് മറുപടി. നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളിട്ട ബർമുഡ, നിങ്ങളിട്ട വള്ളി ട്രൗസർ, ഇതാണ് നവാസിന്റെ വാദം. ജയിച്ചത് അംഗീകരിക്കാനും തോറ്റത് അംഗീകരിക്കാനും തയ്യാറാവണം. എന്ന് പറഞ്ഞുകൊണ്ടാണ് അംഗീകരിക്കാൻ ജനാധിപത്യപരമായ ഞങ്ങൾ കാണിക്കാനും നേടുന്ന വിജയത്തെ മാത്രം ജനാധിപത്യപരമായി അംഗീകരിക്കുകയും ചെയ്യുന്നത്. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് കാണും. ഞാൻ ഈ ചാനൽ ചർച്ചയുടെ തൊട്ടുമുമ്പിരിക്കുന്ന വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജ് 10-20 വർഷങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങൾ കാണൂല. മഞ്ചേരി NSS കോളേജ് 48 വർഷങ്ങൾക്ക് ശേഷം UDSF പിടിച്ചു. നിങ്ങളത് കാണൂല. ഗവൺമെന്റ് കോളേജുകൾ എണ്ണം എടുത്താൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് കോളേജ് ഭരിക്കുന്ന എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് നിങ്ങൾക്കാണ്. നിങ്ങളത് കാണൂല. നിങ്ങൾ കാണാതിരിക്കുന്ന സുരക്ഷിതരാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അല്ല, MSFനും KSUവിനും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ക്യാമ്പസുകളുടെ ലിസ്റ്റും കൂടി ഒന്ന് പരിശോധിക്കാൻ ഈ നവാസ് തയ്യാറാവണം. അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ മലപ്പുറം ജില്ലയിലെ മാർത്തോമ കോളേജ് ചുങ്കത്തറ, ആ കോളേജിൽ MSF യൂണിയൻ ആയിരുന്നല്ലോ. തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് തിരൂര്, അവിടെ MSF യൂണിയൻ മലപ്പുറം ജില്ലയിലെ കോളേജുകളിൽ മലപ്പുറം ജില്ലയിലെ SFI ഭരിച്ചിരുന്ന ക്യാമ്പസുകളിൽ എത്ര ക്യാമ്പസുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു സാദിഖ്? MSF ഭരിച്ച നമ്മുടെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജ്, മാർത്തോമ, ചുങ്കത്തറ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ ഇവർക്ക് നഷ്ടപ്പെട്ടു. SFIക്ക് എത്ര ക്യാമ്പസുകൾ നഷ്ടപ്പെട്ടു സാദിഖ്? SFIക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ലല്ലോ, MSFന് നഷ്ടമുണ്ടായിട്ടില്ല. അതൊരു വലിയ മാജിക്കാണ്. നഷ്ടപ്പെട്ടത് മുഴുവൻ ഞങ്ങൾക്കാണ്, പക്ഷെ യൂണിവേഴ്സിറ്റി വിവരിക്കുന്നത് ഞങ്ങളാണ്. അത് വലിയ മാന്ത്രിക വിദ്യയാണ്. സാദിഖിനെ പോലുള്ള നേതാക്കന്മാർ SFIയിൽ വളരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ പരാജയത്തിന്റെ കാരണം പഠിക്കും എന്നുള്ളത് ആശംസയൊന്നും വേണ്ട. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളും കൂടെ പറയേണ്ട അവസരം പഠിക്കാതിരിക്കണം. സാദിഖ്, ഒരു മിനിറ്റ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞത് കൂടാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? സിൻഡിക്കേറ്റിലെ വിജയം വലിയ വിജയമാണ്, അതൊക്കെ സംബന്ധിച്ച് 1 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ്, അതൊക്കെ സംബന്ധിച്ച് പക്ഷേ താങ്കൾ പരാജയം അംഗീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇതിനകത്തൊരു പോസിറ്റീവ് ടോൺ ഉണ്ട്. നമുക്ക് അവിടെ നിർത്താം. അതല്ല മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. ബാക്കി കൂടി പറയട്ടെ. എന്താണ് സാദിഖ് പറയാനുള്ളത്? ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു MSFന്റെ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട്. ആ ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയ ഏതാനും ചില MSF നേതാക്കളെ ഇപ്പൊ തിരിച്ചെടുത്തു. അല്ല, അത് അപ്പൊ അവിടെ MSF ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ലക്ഷ്യം വെച്ചത് സർവകലാശാല തെരഞ്ഞെടുപ്പാണ്. വിരുദ്ധമായ Debate with Arun Kumar.